പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. വ്യക്തിജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയും പുതിയ സൃഷ്ടിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പോകുന്നത് ഏതാണ്ട് 60 വയസ്സിനോടടുത്ത് തമ്പുരാനെ അറിഞ്ഞൊരു മനുഷ്യൻ തൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ സമ്പത്തിലും മറ്റു പലതിലും വില കൽപ്പിച്ച് ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന ആൾ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളും, കുടുംബജീവിതമാണെങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും സാമൂഹ്യ ജീവിതമാണെങ്കിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഭാത്മക ജീവിതത്തിലും കൗദാശിക ജീവിതത്തിലുമൊക്കെ സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് അനേകരെ കർത്താവിലേക്ക് ആനയിക്കുന്ന ഒരു ദൈവദാസനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പ്രിയമുള്ള ഒരു അൽമേയ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത്, ഒരു അൽമേയൻ്റെ ജീവിതത്തിലെ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സുവിശേഷ ചൈതന്യത്താൽ പ്രജ്വലിതമാകുന്നതെന്ന് നമുക്ക് കാണുവാൻ തക്ക രീതിയിൽ സ്വന്തം ജീവിതത്തിലെ യേശുവാനുഭവം ലഭിച്ചത് കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും താൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും എപ്രകാരമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് കാണുവാനായി ആലുവയ്ക്കടുത്തുള്ള തോട്ടക്കാട്ടുകരയിലുള്ള തങ്കഞ്ചേട്ടൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ നാഥന്റെ സുവിശേഷ ദീപം ഹൃദയത്തിലെരിയുന്ന ജീവിതങ്ങളെ തേടി നാം ഇന്ന് ചെല്ലുന്നത് ആലുവായ്ക്കടുത്ത് തോട്ടക്കാട്ടുകരയിലുള്ള ചമ്മണിക്കോടത്ത് തങ്കച്ചൻ എന്ന ശുശ്രൂഷകന്റെ ജീവിതത്തിലേക്കാണ്. വിശുദ്ധ കുർബാന നൽകുന്ന ആത്മീയ ഉണർവിൽ സമൂഹത്തിൽ നമ്മുടെ നാഥന്റെ സ്നേഹം പകരുവാനായി തീക്ഷ്ണതയോടെ സഞ്ചരിക്കുന്ന ഒരു ജീവിതം. ഹീമോഫീലിയ രോഗികൾക്കായി ബഹുമാനപ്പെട്ട ജോയ് എട്ടുവീട്ടിലച്ചൻ ആലുവായിൽ ആരംഭിച്ചിരിക്കുന്ന സ്നേഹക്കൂടെന്ന കൂടാരത്തിൻ്റെ മുഴുവൻ സമയ ശുശ്രൂഷകൻ. ആരോരുമില്ലാത്ത രോഗികളെ ശുശ്രൂഷിച്ചും അവരെ ആശുപത്രികളിലെത്തിച്ചും ഈ സുവിശേഷ വയലിലെ വേലക്കാരൻ നമുക്ക് മാതൃകയാകുന്നു. നിത്യജീവൻ്റെ പാതയിൽ ഇന്ന് തങ്കഞ്ചേട്ടനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. തങ്കഞ്ചേട്ടൻ ഇന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ തങ്കച്ചൻ ആക്കാട്ടെന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും എൻ്റെ വീട്ടും പേര് ചമ്മണിക്കോടത്ത്, കലൂർ ചമ്മണികളാണ് ഞങ്ങൾ. ചമ്മണിക്കോടത്തു നിന്നാണ് വീട്ടും പേര്. അപ്പാപ്പൻ്റെ അപ്പം വന്ന് ആലുവയിൽ വന്ന് താമസിച്ച് ഞങ്ങൾ ആലുവയിൽ അങ്ങനെ ആക്കാട്ട് ഫാമിലി ആക്കാട്ടെന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് ഭാര്യ പുത്തഞ്ചിറ മറിയം ത്രേസ്യയുടെ വീടിൻ്റെ അടുത്തുള്ള മഠത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഭാര്യ, താക്കോൽക്കാരൻ റാണി, മകള് ദീപ, മകൻ അരുൺ. ഇവരെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 4 കൊച്ചുമക്കളുണ്ട്. മോള് +2 പഠിക്കുന്നു, രണ്ടാമത്തോളം 5-ൽ. മോൻ്റെ കൊച്ചിപ്പോൾ LKG ചേർത്തു. രണ്ടാമത്തെ കുട്ടി 2 വയസ്സ്. അപ്പോൾ ഈ അടുത്ത ദിവസം അറിഞ്ഞു മരുമോള് 3ാമതും ഗർഭിണിയാണെന്ന്. ആ ഒരു സന്തോഷത്തിൽ അപ്പോൾ 5 അപ്പാപ്പന്മാർ, 5 പേരുടെ അപ്പാപ്പനായിട്ടുള്ളൊരു ഭാഗ്യം ദൈവകൃപയാൽ ഉണ്ടായി. അപ്പോൾ മോനും കൂടുതൽ മക്കൾ വേണം എന്നുള്ളതാണ് മോൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? എങ്ങനെയായിരുന്നു എന്ന്? ഞാൻ വളരെ തിന്മയുടെ ഇതിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മദ്യത്തിനും അതുപോലെ എല്ലാവിധ തിന്മകളുടെയും ഒരു ഇതിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടും അതുപോലെ മദ്യപാനത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഒരു 10 വർഷത്തിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ക്രിസ്മസിന് തലേദിവസം 24-ാം തീയതി ആകുമ്പോൾ നമുക്കൊരു ബോധ്യം വരും 25-ാം തീയതി ക്രിസ്തു ജനിക്കുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം ഇതുവരെ കമ്പനി കൂടിയിരുന്ന് മദ്യം കഴിച്ച് അത് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ മോളെ ഞാൻ വിളിച്ചു പറഞ്ഞു, രാവിലെ എന്നെ വിളിക്കണം, പള്ളി ഞാൻ ഉറങ്ങിപ്പോകും. അപ്പോൾ രാത്രി പാതിര കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് രാവിലെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് മോളുടെ മകള് ടൈം പീസ് എടുത്ത് കളിച്ച് അതിൻ്റെ ബാറ്ററി മാറിപ്പോയിട്ട് അവൾ അലാറം വെച്ചത് അലാറം അടിച്ചില്ല. അപ്പോൾ 7 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. 7 മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 7 മണിക്കാണ് വിശുദ്ധ കുർബാന പള്ളികളിൽ. 7 മണി കഴിഞ്ഞാൽ പിന്നെ കുർബാനയില്ല. അപ്പോൾ 1-2 അറിയാവുന്ന ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു 7 മണി കഴിഞ്ഞ് എങ്ങും കുർബാനയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ല. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അന്ന് കുർബാനയ്ക്ക് പോയി നല്ലൊരു ദിവസമായിട്ട് പോയില്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമമല്ലാതെ പ്രത്യേകിച്ച് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരത്തി അടുക്കളയിൽ കയറി എന്തോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിയുടെ ഒരു പാത്രം സിങ്കിൽ വീണ് വട്ടം പൊട്ടി.
അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു പ്ലേറ്റ് പൊട്ടി. സാറിന് എന്തോരം പ്ലേറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടുന്നൊന്നും തോന്നിയില്ല. ഞാൻ അധികം പഴയതല്ലാത്ത ടി വിയാണ് എൻ്റെ. ആ ടി വി കണ്ട് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ടി വി പെട്ടെന്ന് ബ്രൈറ്റായിട്ട് ഓഫായി. അപ്പോൾ അതൊരു ശരിക്കും ഒരു ഷോക്ക് മാറി. അപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൻ തലേദിവസം അവൻ്റെ ഫ്രണ്ട്സ് കോയമ്പത്തൂർ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് എടപ്പള്ളി താമസിക്കുന്നുണ്ട്. അവൻ ബൈക്കിന് എടപ്പള്ളിയിലേക്ക് പോയി. രാത്രി തലേദിവസം രാത്രി അവരുടെ കൂടെ കമ്പനി കൂടാൻ പോയിട്ട് തലേദിവസം രാത്രി വിളിച്ചു പറഞ്ഞു. ഞാനൊരു 10 മണിയായപ്പോൾ വിളിച്ചു പറഞ്ഞു, ഞാൻ രാവിലെ വന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ ബൈക്കിനല്ലേ പോയിക്കണം, രാവിലെ വന്നാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു 8 മണി കഴിഞ്ഞപ്പോഴും മോൻ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ആകെ ടെൻഷനായി. വേറെ മോളെ അടുത്ത് താമസിക്കേണ്ട മരുമോനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അരുൺ വന്നിട്ടില്ല, അതുകൊണ്ട് അവനെ ഒന്ന് അന്വേഷിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എടപ്പള്ളിയിൽ കൃത്യമായിട്ട് പുള്ളിക്ക് വീടറിയില്ല, എന്നാലും പോകാമെന്ന് പറഞ്ഞ് പുള്ളി കാറും കൊണ്ട് വീട്ടിൽ വന്നു. കാറും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റെഡിയായി കാറിൽ കയറാൻ നേരത്ത് മോൻ ബൈക്കിന് തിരിച്ചെത്തേണ്ടായത്. അപ്പോൾ സത്യത്തിൽ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ആ ഒരു ഷോക്ക് എന്നെ വല്ലാതെ പിടിച്ച് കുലുക്കി. പിന്നെ 26-ാം തീയതി മുതൽ എൻ്റെ ജീവിതത്തിൽ 26-ാം തീയതി രാവിലെ ഒരു ടൈം പീസ് അന്ന് തന്നെ പോയി വാങ്ങിച്ചിട്ട് 26-ാം തീയതി മുതൽ വിശുദ്ധ ഖുർആൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കിയിരുന്നു ഞാൻ ചെയ്തത്. ആ പിറ്റേ ദിവസം 26-ാം തീയതി മുതൽ ഞാൻ എൻ്റെ ഈ ഒരു 10 വർഷത്തിനിടയ്ക്കാണെങ്കിൽ വളരെ തുച്ഛമായ എന്തോ ദിവസങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ മുടങ്ങിയിട്ടുള്ളൂ. അത്രയും വിശുദ്ധ ഖുർആനോടുള്ളൊരു ഭക്തി വളരെ അതിൽ നിന്ന് ഉള്ളൊരു രീതിയിൽ. അപ്പോൾ ആലുവയിൽ തന്നെയാണെങ്കിലും വൈകുന്നേരം എവിടെയാണ് ഖുർആന എന്ന് അന്വേഷിച്ച് രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം കാലങ്ങളിൽ ഞാൻ ഖുർആനയ്ക്ക് പങ്കെടുക്കും. അതുമല്ല, ആ 5 മണിയുടെ ഖുർആനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ലിസ്സിയിലാണ് 7 മണിക്ക് ഏറ്റവും ലാസ്റ്റ് ഖുർആനുള്ളത്. ഈ ലിസ്സിയിൽ ഈ ഖുർആന കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും ലിസ്സിയിൽ പോയിട്ടുണ്ടെന്ന്. ആലുവയിൽ നിന്ന് ബസ്സിന് ലിസ്സി അവിടെ 7 മണിക്കാണ് ഖുർആന കൊടുക്കുന്നത്. അപ്പോൾ ആ ഖുർആനയ്ക്ക് വേണ്ടി, ഈ ഖുർആന കാണാൻ വേണ്ടി ഇവിടുന്ന് ബസ്സിന് അല്ലെങ്കിൽ എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ ലിസ്സി പോയി ഖുർആന കണ്ട അവസ്ഥ പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ വിശുദ്ധ ഖുർആനയിൽ നിന്ന് ഉള്ള ഒരു ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എല്ലാം ഒരുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് പല കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആരംഭം മുതലുള്ള ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയായിരുന്നു? അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എനിക്ക് ധ്യാനം കൂടാനും, ഞാൻ അതുവരെ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ജീവിതത്തിൽ ധ്യാനം കൂടാനും അതുപോലെ മദ്യപാനം നിർത്താനും മറ്റും എല്ലാം പ്രചോദനമായി. അപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് ചേർന്ന് നിന്നപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ അനുഭവം, എൻ്റെ മക്കളും ദൈവത്തെ അറിയാനിടയായി. മക്കളും ആ വഴിക്ക്. അപ്പോൾ ഞാനതിന് ദൈവത്തോട് ചേർന്ന് അതുപോലെ മക്കൾക്ക് വേണ്ടി ഞാനന്ന് അവരെ പറഞ്ഞു തിരുത്താറൊന്നുമില്ല. പക്ഷേ എൻ്റെ ആ ഒരു ദിവ്യബലിയോടുള്ള ഭക്തി തീക്ഷ്ണമായപ്പോൾ മക്കളും ദൈവത്തിലേക്ക് അടുക്കാനും അവർ ആ ഒരു പ്രചോദനത്തിലേക്ക് വരാനും ശരിയായി. അപ്പോൾ മറ്റുള്ളവർ കൂടുതൽ ഈ പാവങ്ങളോട് കരുണ കാണിക്കുക. വചനത്തിൽ വായിക്കുന്ന പോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളൊരു വചനം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ ആരാണ് അയൽക്കാരൻ എന്നുള്ളത് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് തരുന്നുണ്ട്. വഴിയരികിൽ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ആർക്കാണ് നമ്മുടെ സേവനം ആവശ്യമുണ്ടോ അവർക്ക് എന്ത് സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്യുക എന്നുള്ളൊരു ഭാവത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ തുടക്കം എന്തൊക്കെയാണ് സംഭവിച്ചത്? തുടക്കമായിട്ട് ആദ്യം ഒരു ആലുവയിൽ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഹോസ്പിറ്റലുകളിൽ ശുശ്രൂഷ ചെയ്യാനും, ഹോസ്പിറ്റലുകളിൽ പോയി മുടി വെട്ടുക, ഷേവ് ചെയ്യുക, അതിൽ അവരെ സഹായിക്കാനും, പിന്നെ തെരുവിൽ ഭക്ഷണം കൊടുക്കുന്നവർ. അപ്പോൾ അതിൻ്റെ കൂടെ ആ തെരുവിൽ ഭക്ഷണം പല വീടുകളിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ യൂണിറ്റിലെ തന്നെ പല വീടുകളിൽ നിന്നും ഭക്ഷണം തരുന്നു. അതിലേറ്റവും കൂടുതൽ ഭക്ഷണം തരുന്നത് ഒരു ആനി കാട്ടിത്തറ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കളക്ട് ചെയ്ത് ഈ ശുശ്രൂഷകരോട് ചേർന്ന് തെരുവിൽ ഭക്ഷണം കൊടുക്കുക. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ ഞായറാഴ്ചയും ഭക്ഷണം അത് കൊടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുക. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ തുടക്കം. അതുപോലെ അവരുടെ കൂടെ നിന്നിട്ട് ഹോം കെയർ രോഗികളെ ഡോക്ടർ ഉൾപ്പെടെ, ഒരു ഡോക്ടർ ജോർജ് വറീസാണ്, ഡോക്ടർ ഉൾപ്പെടെ പോയിട്ട് വീടുകളിൽ പോയി ശുശ്രൂഷിക്കുക. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം, ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അത് അവരോട് ചേർന്ന് 2 വർഷം അവരുടെ ആ ആദ്യകാലത്ത് ആ പ്രവർത്തനത്തിൽ അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് ഇടയായി. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിച്ചനുണ്ട്, ജോയിച്ചൻ എന്നാണ് പറഞ്ഞത്, ഫാദർ ജോയ് എന്ന് പറഞ്ഞ്, ജോയിച്ചൻ സ്നേഹക്കൂട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അച്ഛൻ്റെ കീഴിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഹിമോഫീലിയ രോഗികളുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ശരിക്കും ആലുവയിലാണ് അവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് കേരളത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ അച്ഛൻ തുടങ്ങാനും അതിനൊരു വീട് നസ്രത്ത് റോഡ് പള്ളിയുടെ അടുത്തായിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുകയും പൈപ്പ് ലൈൻ റോഡിൽ, അപ്പോൾ അവിടെ ഈ രോഗികളെ പാർപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു.
അപ്പോൾ ഞാൻ ഇതുപോലെ പലരും സഹായിച്ചു. എനിക്കിങ്ങനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹമുണ്ടായി. കാർമലഗിരി സെമിനാരിയിൽ ചാക്കോ പുത്തമ്പരക്കൽ അച്ഛൻ കാണാനിടയായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ തങ്കച്ചൻ ചേട്ടൻ ചെയ്യുന്ന ശുശ്രൂഷ അവിടെ പഠിക്കുന്ന വൈദ്യർക്ക് അതൊരു അനുഭവമാവാനായിട്ട്, അപ്പോൾ അവർക്ക് ആ ഒരു അനുഭവത്തിന് വേണ്ടി അച്ഛൻ എന്നെ വിളിക്കുകയും, അപ്പോൾ അതുപോലെ ആ ബ്രദേഴ്സിനെ കൊണ്ട് ഞാൻ തെരുവിൽ കാണിച്ചു കൊടുക്കുക. അവർ ആഴ്ചയിൽ 2 ദിവസം, ഞായറാഴ്ചയും വ്യാഴാഴ്ചയും, ആ ആഴ്ചയിൽ 2 ദിവസം അവർക്ക് ഒഴിവുള്ള ദിവസം അവർ തെരുവിൽ കാർമലഗിരി സെമിനാരിയിൽ നിന്ന് ഭക്ഷണം കൊടുക്കാനും, അപ്പോൾ അതുപോലെ അവർക്ക് ഹോം കെയർ, അതും അവരുടെ ജീവിതത്തിലൊരു അനുഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ആംബുലൻസ് എടുക്കാൻ തയ്യാറായി. അപ്പം അച്ഛൻ ആണ് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. ആംബുലൻസ് എനിക്ക് ഞാൻ പല എൻ്റെ സഹോദരങ്ങൾ, അതുപോലെ എൻ്റെ യൂണിറ്റിലെ ചില സുഹൃത്തുക്കൾ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടി അവരുടെയൊക്കെ സഹായത്തിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പലരെയും നിന്ന് ഓഫർ മേടിക്കുക ചെയ്തത്. റെഡി ക്യാഷ് കൊടുത്താണ് ആംബുലൻസ് എടുക്കുന്നത്. 4.5 ലക്ഷം രൂപ എനിക്ക് ഓഫർ കിട്ടി. ശരിക്കും 3,30,000 രൂപയാണ് എനിക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ പലരും ഓഫർ ചെയ്തതിലും കുറച്ച് എമൗണ്ട് മേടിച്ചിട്ട് എനിക്കത് വളരെ ആംബുലൻസ് എടുക്കാൻ സാധിച്ചു. അപ്പോൾ ആംബുലൻസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇതിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ച ജോസ് പാറയ്ക്കൽ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ജോസ് പാറയ്ക്കൽ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ആംബുലൻസ് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് സഞ്ചരിച്ചപ്പോൾ ജോസേട്ടൻ ചോദിച്ചു, താഞ്ചേട്ടാ നമുക്കിങ്ങനെ ആംബുലൻസ് കിട്ടി, ഇനി ശുശ്രൂഷ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവാണ് ആംബുലൻസ് എന്ന ഈ ശുശ്രൂഷയും കർത്താവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ, അച്ഛൻ്റെ അവിടെ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആംബുലൻസ് എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആംബുലൻസ് കിട്ടാൻ കുറച്ച് വൈകി. അപ്പോൾ ആംബുലൻസ് എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞത്, ഈ സെമിനാറിലെ പിള്ളേർക്ക് ഇപ്പോൾ പഠിത്തമാണ്, പരീക്ഷ നടക്കാൻ പോകുന്നു, പരീക്ഷ കഴിഞ്ഞ് പിന്നെ വെക്കേഷനാണ്, അപ്പോൾ ജൂണിലാണ് അവർ തിരിച്ചു വരുള്ളൂ. അപ്പോൾ മാർച്ച് ആദ്യം ഞങ്ങൾ ആംബുലൻസ് എടുത്തു, മാർച്ച് ഏപ്രിൽ മെയ്, അപ്പോൾ 3 മാസത്തോളം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോസേട്ടൻ പറഞ്ഞു, ഇങ്ങനെ കർത്താവാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവാണ് ആംബുലൻസ് എന്ന് ശുശ്രൂഷ തരും. അപ്പോഴാണ് ഞങ്ങൾ ജോയിച്ചൻ്റെ അടുത്ത് സ്നേഹക്കൂട്ടിൽ ചെല്ലാനിടയായി. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങുന്നു, ഞാനിത് ആരെ ഏൽപ്പിക്കുന്നു വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തങ്കച്ചേട്ടൻ ഒരു പുത്തൻ ആംബുലൻസും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മക്കളുടെ ശുശ്രൂഷയിലേക്ക് ഞാൻ കിടന്നു വരിയത്. ആ മക്കൾക്ക് അവർ ആ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ചാർജ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. പിന്നെ എൻ്റെ കൂടെ ജോസ് പാറയ്ക്കൽ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന, അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം, പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ എക്സസൈസ് ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും ഇത്. അപ്പോൾ എൻ്റെ റിസ്കിൽ, ഞാൻ ദിവസവും ഈ പുഴയിൽ വന്ന് കുളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ റിസ്കിൽ ആ മക്കളെ ദിവസവും പുഴയിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്ന ഒരു രീതിയിൽ ദിവസവും പുഴയെ കൊണ്ടുവന്ന് കുളിപ്പിക്കും. അത് ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ മറ്റു കാര്യം, ഭക്ഷണമോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തെങ്കിൽ അവർക്ക് സ്നേഹം കൊടുക്കുമ്പോഴാണ് അതിന് ഒരുപാട് അനുഭവം. എൻ്റെ വേറെ എന്ത് കൊടുക്കുന്നതിലും കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോൾ അത് വലിയൊരു അനുഭവമായിട്ട് മാറാറുണ്ട്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയായ ഹീമോഫീലിയ രോഗികളെ പരിചരിക്കുവാനായി ആലുവ നഗരത്തിൽ ബഹുമാനപ്പെട്ട ജോയ് എട്ടുവീട്ടിലച്ചൻ തുടക്കം കുറിച്ചിരിക്കുന്ന സ്നേഹക്കൂട് എന്ന ശുശ്രൂഷാലയത്തിൽ ഇവർ മുഴുവൻ സമയം സേവനം ചെയ്യുന്നു. ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും അവരുടെ നിത്യേനയുള്ള ആവശ്യങ്ങളിൽ അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. കേരളത്തിലുള്ള മുഴുവൻ രോഗികളുടെയും ഹീമോഫീലിയ രോഗികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടി ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയെന്ന് ആലോചിച്ച് തലപൊഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവദൂതനെ പോലെ ഈ തങ്കച്ചൻ അക്കാട്ട് എൻ്റെ അടുത്ത് വരികയും തൻ്റെ ആഗ്രഹം, അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എന്നോട് വന്ന് പറയുകയും ചെയ്തു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്കച്ചൻ അക്കാട്ടിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ നടത്തിപ്പ് ഞാൻ നൽകുകയും ചെയ്തു. കാരണം അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം വളരെ ഒത്തിരി കാര്യങ്ങൾ നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നല്ല മുൻ പരിചയമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് രണ്ടാമതൊന്നും അറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇയാളെ തിരഞ്ഞെടുത്തതിൽ, ഉത്തരവാദിത്വം നൽകുന്നതിൽ, ഈ ദേഹത്തെ തിരഞ്ഞെടുത്തതിൽ ഒരു പിഴവും പറ്റിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് തങ്കച്ചൻ എന്ന സഹോദരനെ ഇതിനോട് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം ഈ മക്കളോട് വളരെ കരുണയോടെയും സ്നേഹത്തോടെയും എപ്പോഴും ഒരു 100% കമ്മിറ്റ്മെൻറ്റ് ഈ രോഗികൾക്ക് വേണ്ടി അദ്ദേഹം കാണിക്കാറുണ്ട്.
അവരെ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുകയും അവരുടെ ആഹാരം എത്തിച്ചു കൊടുക്കുക, അവരെ ആശുപത്രിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക, അവരുടെ ഫിസിയോതെറാപ്പിക്കായിട്ട് പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക, ഇങ്ങനെ അവരെ സമഗ്രമായ എല്ലാ കാര്യങ്ങളിലും എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹോദരനായ തങ്കച്ചൻ ഇതുപോലുള്ള നല്ല മനുഷ്യർ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഒരു റോസ്ലി സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു രോഗിയെ സിസ്റ്റർ ഇതര സംസ്ഥാനത്തിൽ നിന്ന് മറ്റേ ബംഗാളിൽ നിന്ന് ഇതൊക്കെ വന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവരെ ശ്രദ്ധിക്കുന്ന സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഒരു രോഗിയുടെ കാലിൽ, ഒരു തമിഴത്തിയുടെ കാലിൽ റോളർ കയറി. അപ്പോൾ സിസ്റ്റർ അതിൻ്റെ അകത്ത് ഇടപെടുകയും അവർ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് വലിയ രീതിയിൽ കാലിന് വലിയ ഡാമേജായ രീതിയിൽ വന്നു. അപ്പോൾ ഇടയന്തരത്ത് പിതാവ് പറഞ്ഞിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസം എന്നെ വിളിച്ചു കൊടുത്താണ്, ചേട്ടാ ഇങ്ങനെ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു രോഗിനെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വളരെ സിസ്റ്റേഴ്സ്, പിന്നെ ഒരു ഡോളി സിസ്റ്റർ ഉണ്ട്, അതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ മേഖലയിലാക്കുക. ഒരു CST സിസ്റ്റേഴ്സിൻ്റെ കാഞ്ഞൂർ CST സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥാപനം ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുപോയി പോഞ്ഞാശ്ശേരിയിൽ കൊണ്ടുപോയാക്കുകയും, അതുപോലെ ദൈവദാസൻ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനം കാഞ്ഞൂർ പാറപ്പുറത്തുണ്ട്, അവിടെയും ചില രോഗികൾ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ആംബുലൻസ് ഉള്ളതുകൊണ്ട് അവർ സിസ്റ്റേഴ്സ് പലപ്പോഴും വിളിക്കുകയും അങ്ങനെയുള്ള ശുശ്രൂഷ മേഖലയിൽ ഇപ്പം എൻ്റെ ആവശ്യം ആർക്ക് ഉണ്ടോ അത് ചെയ്യാൻ സാധിക്കുന്നു. കൂട്ടായ്മയുടെ കരുത്തും സ്നേഹവും വഴി ഇവർ നമ്മുടെ നാഥൻ്റെ വയലിൽ തളരാതെ മുന്നേറുന്നു. അനേകം ആത്മാക്കളെ നമ്മുടെ നാഥനു വേണ്ടി നേടുവാനും സുവിശേഷം കാരുണ്യമായി പ്രഘോഷിക്കുവാനും ഇവർ സദാ ശ്രമിക്കുന്നു. മോനൊക്കെ ജീസസ് യൂത്തിൽ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജീസസ് യൂത്തിൽ വളരെ സജീവമായിട്ട് മോൻ വളർന്നു വന്നു. ജീസസ് യൂത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ അവർ ബേണിംഗ് ബുഷ് എന്നും പറഞ്ഞൊരു ധ്യാനം എല്ലാ കൊല്ലവും നടത്തുമായിരുന്നു. മോൻ അതിൻ്റെ കോർഡിനേറ്റർ വരെയായി ധ്യാനം നടത്തുന്നതിൻ്റെ. അപ്പോൾ അവിടെ പോയി 5 ദിവസം ധ്യാനം നടക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നെ അപ്പച്ചാന്ന് അവർ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ജേക്കബ് മഞ്ചളി അച്ഛനെയും ഉപ്പാണി അച്ഛനെയും അതുപോലെ മേരി ക്ലെയർ സിസ്റ്ററെയും അങ്ങനെ പലരെയും പരിചയപ്പെടാനിടയിൽ. അപ്പോൾ മേരി ക്ലെയർ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ എമ്മോസിലൊരു ധ്യാനം നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ എമ്മോസ് എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എമ്മോസിൽ ഞാൻ മേരി ക്ലെയർ സിസ്റ്റർ ധ്യാനം നടത്തണമെന്ന് എമ്മോസിൽ വന്ന് വർഗീസ് പോളിനെ കണ്ട് സംസാരിക്കുകയും ഒരു ഡൊമിനിക് മണവാളിനും ജോൺസണും കൂടി അവിടെ വന്ന് ഈ ധ്യാനത്തിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു ധ്യാനം നടത്തുന്നതിൻ്റെ. അപ്പോൾ മേരി ക്ലെയർ സിസ്റ്റർ ഉൾപ്പെടെ അവിടെ വരാൻ സാധ്യതയായി. അത് കഴിഞ്ഞപ്പോൾ എമ്മോസായിട്ട് ബന്ധപ്പെട്ട് എമ്മോസിലൊരു ഒന്നിനും ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിമാരായി. അവിടെ 4 ദിവസം ജീവജാല പാക്ക് ചെയ്യാനും അത് 4 കൊല്ലമായിട്ട് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തന്നെയാണ് എറണാകുളത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എമ്മോസിലെ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ ഒരു ഓമിനി വാനുണ്ട്, അത് ഓടിക്കുമ്പോൾ ഇപ്പോൾ തങ്കച്ചായനെയാണെങ്കിലും അതുപോലെ പലരെയും, അതുപോലെ വയലിനച്ഛന്, അതുപോലെ അന്ന് മേരി ക്ലെയറിൻ്റെ കൂടെ ഉണ്ടായ സൈമൺ വള്ളപ്പള്ളി അച്ഛനായിരുന്നു, അച്ഛനും ഒക്കെ ആയിട്ട് പിന്നെ വയലിനച്ഛനെയും അതുപോലെ ഒരുപാട് എമ്മോസായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ശുശ്രൂഷകരെ മറ്റേ ആത്മീയതയിൽ ഇതുപോലെ നവീകരണത്തിൽ പ്രവർത്തിക്കുന്ന പലരായിട്ടും അഞ്ചാനിക്കൽ അച്ഛനായിട്ടാണെങ്കിലും നല്ല അടുപ്പമായി. ഇപ്പോൾ വരുന്ന സെബാസ്റ്റ്യൻ കറുകപ്പള്ളി അച്ഛനുമായിട്ടൊക്കെ ഭയങ്കര ആത്മബന്ധവും. എല്ലാ വെള്ളിയാഴ്ച അവിടെ ഒരു ശുശ്രൂഷയുണ്ട് സെബാസ്റ്റ്യൻ അച്ഛൻ്റെ കീഴിൽ. അത് ഒരിക്കലും മുടങ്ങാതിരിക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, അച്ഛൻ്റെ ആരാധന, കുർബാനയൊക്കെ വളരെയധികം ഇതിന് എനിക്ക് ശക്തിയായിരുന്നു. അപ്പോൾ അന്നും എപ്പോഴും ഞാൻ ചെയ്യുന്നത് രാവിലെ എത്രയായാലും രാവിലെ കുർബാനയ്ക്ക് പോയിരിക്കും. രണ്ടാമതൊരു കുർബാന കിട്ടുകയാണെങ്കിൽ അത് അഡീഷണലായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്, എന്നിട്ടാണ് അച്ഛൻ്റെ കുർബാന വീണ്ടും കൂടുന്നത്. അപ്പോൾ കുർബാന എന്തോരം എനിക്ക് സാധിക്കുന്നു അത് കൂടുതൽ. ഇപ്പോൾ ഇവിടെ കല്യാണത്തിന് പോവുകയാണെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മരിച്ച ആവശ്യങ്ങൾക്കാണെങ്കിലും കുർബാന ഉള്ളപ്പോൾ ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകും. അത് കഴിഞ്ഞാൽ അതൊരു അഡീഷണൽ കുർബാനയായിട്ട് കണക്കാക്കി. തങ്കച്ചാൻ്റെ വാസ്തവത്തിന് ഇവിടെ വീട്ടിലാരംഭിച്ച നവീകരണം കേരളത്തിലെ നവീകരണത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ബോഡിയായ KSTയുടെ കീഴിലുള്ള എമ്മാവൂസിലും അല്ലേ ചുറ്റുപാടുകളുള്ള പ്രീച്ചേഴ്സ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും
വ്യാപിപ്പിക്കാൻ കർത്താവ് ഇടയാക്കി 10 വർഷം കൊണ്ട്. 10 വർഷം കൊണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ബിസിനസ് വല്ലതും ഉണ്ടായിരുന്നു? എന്തായിരുന്നു പരിപാടി? ബിസിനസ് 40 വർഷം ഞാൻ ബിസിനസ് ചെയ്തതാണ്. ഒരു 30 വർഷത്തോളം ബേക്കറി ആയിരുന്നു. അത് കഴിഞ്ഞത് പിന്നെ മെഡിക്കൽ ഷോപ്പാക്കി കുറച്ച് നാൾ. പക്ഷേ അത് മോൻ്റെ കല്യാണത്തിന് ഒരു 6 വർഷം മുമ്പ് അത് ബിസിനസ്, മോൻ്റെ കല്യാണം വന്നതോടുകൂടി ബിസിനസ് ഞാൻ വേണ്ടാന്ന് വയ്ക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ മോനും നല്ല രീതിയിൽ സെറ്റിൽഡാണ്, മോളും സെറ്റിൽഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ കട അത് എനിക്ക് സ്വന്തമായതുകൊണ്ട് അത്യാവശ്യം എനിക്ക് ജീവിക്കാനുള്ളത് വാടകയായിട്ട് കിട്ടും. അപ്പോൾ ഈ ബിസിനസ് നല്ല രീതിയിൽ നടന്ന ബിസിനസ്സാണ്. പക്ഷേ എനിക്ക് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ബിസിനസ് കട വാടകയ്ക്ക് കൊടുത്തിട്ട് അപ്പം 100% എനിക്ക് പ്രേക്ഷിത ഫുൾ ടൈമറായിട്ട്. അപ്പോൾ എന്നെ എപ്പോൾ ആര് വിളിച്ചാലും നോ എന്നുള്ളൊരു വാക്കില്ല, എപ്പോഴും ഞാൻ അവൈലബിളാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സും ഒക്കെ പലരും ഇപ്പോൾ എംഒസിൽ നിന്ന് തന്നെയാണെങ്കിൽ അപ്പച്ചായി ഇടയ്ക്ക് വിളിക്കും, വണ്ടി തങ്കച്ചേട്ടാ ഒന്ന് വരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ആ സെക്കൻഡിൽ അവിടെ ചെന്നിരിക്കും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അവിടെ എംഒസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സബ് സോണിൻ്റെ സർവീസ് ടീമിലായി. അതുപോലെ തന്നെ പിന്നെ വന്നു കഴിഞ്ഞിട്ട് സോണിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയിൽ വന്നു. പിന്നെ ആലുവ സബ് സോണിൻ്റെ കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ ഈ 2 കൊല്ലമായിട്ട് ഞാനാണ്. ഇപ്പോൾ പുതിയ ടീമിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൊല്ലമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കർത്താവിനെ ഉയർത്തുകയാണ് ചെയ്തത്. ദൈവത്തോട് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ നമ്മൾ കർത്താവ് ഒരുപാട് ശുശ്രൂഷ മേഖലയിലേക്ക് ഉയർത്തി. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ എൻ്റെ ജീവിതാനുഭവം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അൽമേരെ കുറിച്ച് പറയുന്നിടത്തൊരു കാര്യം പറയുന്നുണ്ട്. അൽമായൻ്റെ ഔന്നത്യം എന്ന് പറഞ്ഞുകൊണ്ട് തിരുസഭ എന്ന പ്രാമാണിക രേഖയിൽ അവിടെ 40ാമത്തെ ഖണ്ഡികയിലാണ് പറയുന്നത്. അവിടെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഒരു അൽമേയൻ ഈ കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സുവിശേഷ ചൈതന്യത്താൽ അവിടെ നിന്ന് പ്രജ്വലിപ്പിക്കുമെന്ന്. വാസ്തവത്തിൽ സുവിശേഷ ചൈതന്യത്താൽ പ്രജ്വലിപ്പിക്കപ്പെട്ടുകൊണ്ട് കുടുംബത്തിൽ കുഞ്ഞുമക്കൾ മുതൽ ഭാര്യ വരെയും സമൂഹത്തിൽ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും സബ്സോണിലും എന്ന് വേണ്ട കേരളക്കര മുഴുവനും നവീകരണം എത്തിക്കുന്ന എംഒസിലും മാത്രമല്ലല്ലോ എത്രയോ ആതുര ശുശ്രൂഷാലയങ്ങളിലും എത്രയോ വ്യക്തികൾക്കും ഞങ്ങൾക്കൊക്കെ പോലും അറിയാം, രാത്രി 2 മണിക്ക് വന്ന് വിളിച്ചാലും തങ്കഞ്ചേട്ടൻ ഉണ്ടാകും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഒരു ചിരജീവിയായി മാറാൻ പ്രേക്ഷിത കൃപ ലഭിച്ച തങ്കഞ്ചേട്ടനെ പരിചയപ്പെട്ടതിൽ ഇത്ര സന്തോഷമുണ്ട്. ഷാലോം ടിവിയോട് കാണിച്ച സഹകരണത്തിന് പ്രത്യേകം നന്ദി. ദൈവം തൻ്റെ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ അനേകർക്ക് പകരുവാനായി ക്രമീകരിച്ചു നൽകിയ ഈ ആംബുലൻസിൽ ആലുവ നഗരത്തിലൂടെ ഈ ശുശ്രൂഷകൻ സഞ്ചരിക്കുന്നു. അനേകം രോഗികൾക്ക് ആശ്വാസമായി, അനേകം രോഗികൾക്ക് ആലംബമായി. കർത്താവിൻ്റെ സുവിശേഷം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രണാമം. ജെറീക്കോ വഴികൾ ഇന്നും നമുക്ക് മുൻപിൽ തെളിഞ്ഞുകിടക്കുന്നു. സമറായൻ്റെ പിൻഗാമികളാകാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു. ക്രിസ്തു സ്നേഹത്താൽ കണ്ണീർ തുടയ്ക്കുന്ന തൂവാലകളായി നമുക്ക് മാറാം. കാൽവരിനാഥന്റെ പിന്നാലെ നമുക്കും സഞ്ചരിക്കാം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ